Cave house magic, deep in the tree, private pool, feel the breeze. Why you're not calling, so serene. വയനാട് 1 lakh rupeesന്റെ കേവ് ഹൗസ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അതല്ലേ ഇത്? ഇതാണല്ലേ അതിനുള്ളിലാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഓ, അപ്പൊ ഇതാണ് ആ പ്രോപ്പർട്ടി അല്ലേ? ഇതാണ് പ്രോപ്പർട്ടി. എങ്ങനെയുണ്ട്, കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അടിപൊളിയാണ്. എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. കാരണം വയനാട് എന്ന് പറയുന്നത് എന്റെ ഒരു ഫേവറേറ്റ് ലാൻഡ് ആണ് എപ്പോഴും. പിന്നെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു വലിയ സെറ്റാണ്. ഇതിന്റെ ഷെയർ ഹോൾഡർ ആവാൻ എനിക്ക് പറ്റുന്നതാണ് പറയുന്നത്. എങ്ങനെയാണ് സാർ അതിന്റെ ഡീറ്റെയിൽ? ഇതിന് ഓൾറെഡി 85 lakhs ആണ് ഇതിന്റെ ഓഫർ പ്രൈസ്. അപ്പൊ അതിൽ 5 സെന്റില് 16 ചന്ദനമരങ്ങൾക്ക് നടുക്ക് ഒരു കേവ് കോട്ടേജ്, കേവ് ഹൗസ്. എക്കോ ഫ്രണ്ട്ലി ആണ്. അത് മഡ് പാക്ക് ആണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഫെറോക്രീറ്റ് കൊണ്ട് നമ്മൾ ചെയ്തതിന് ശേഷം മഡ് പാക്ക് ചെയ്യണം, മേലെയും താഴെ. അതിന് മേലെയാണ് നമ്മൾ ഗ്രാസ്, അത് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു കോട്ടേജ്. എക്കോ ഫ്രണ്ട്ലി ആണ്. ഈ ഒരു കോട്ടേജിനകത്ത് 1640 ചന്ദന മരങ്ങൾക്ക് നടുക്കാണ് ഈ 90 കേവ് കോട്ടേജ്. ചന്ദനമരത്തിന് ഷെയർ ഉണ്ടാവുമോ? ഉണ്ടല്ലോ. അടുത്ത 10-12 വർഷം കഴിഞ്ഞാൽ 4 കോടി രൂപ അല്ലേ അതിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന വ്യക്തിക്ക് കിട്ടണം. 25 ലക്ഷത്തിന്റെ പെർ ഡേ 20,000 റെന്റും ഉണ്ട്. പാർട്ട്ണർ ആവാം. അത് ആധാരത്തോടു കൂടിയുള്ള പാർട്ട്ണർ ആവാം. പേരും ഫോട്ടോയും നമ്മൾ തമ്പടക്കം എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ ഉണ്ടാവും. ആ സാധാരണക്കാരും ചിന്തിക്കാലോ, എനിക്കൊരു കോട്ടേജ് വയനാട്ടിലുണ്ടെങ്കിൽ സന്തോഷമല്ലേ? അങ്ങനെയുള്ള തീർച്ചയായിട്ടും. ഇതിന് ചുറ്റും 16 ചന്ദനമരങ്ങൾ, ഓരോ 5 സെന്റിലും കോട്ടേജിന് ചുറ്റും. അപ്പൊ ഇതിൽ 5.25 ഏക്കറാണ്. 90 കോട്ടേജിന് ശേഷം ചുറ്റും 1640 ചന്ദനമരങ്ങളോട് കൂടി ഏറ്റവും നല്ല, അതായത് ശരിക്കും പറഞ്ഞാൽ 4-നേക്കാളും 10 ഇരട്ടി ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ചന്ദനമരങ്ങൾ. സൗണ്ട്സ് ലൈക്ക് എ ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഒബ്വിയസ്ലി ഒരു പൂളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതായത് ഡോക്ടർ ചൈത്ര, നമ്മൾ എഴുന്നേറ്റിട്ട് നേരെ ഒന്ന് പൂള് കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടില്ല. വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ട്. അതില് ഒബ്വിയസ്ലി എനിക്കൊക്കെ പ്രൈവസി ഒരുപാട് മാറ്റർ ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നി പ്രൈവറ്റ് ആയിട്ട് ഒരു പൂള്, എന്താ പറയാ, നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള ഒരു പൂള് എന്നുള്ള രീതിയിൽ. ഇറ്റ്സ് വെരി നൈസ്. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുമ്പോ തന്നെ എനിക്കൊരു കാംനെസ്, ഒരു കൂൾനെസ്സും വരുന്നുണ്ട്. നമ്മുടെ AC ഓൺ ആണോ? ഫുള്ളി എയർ. ഇപ്പൊ AC പോലും ഓണല്ല, ഫുള്ളി എയർ കണ്ടീഷണർ ആണ്. എത്ര പ്രോപ്പർട്ടി ഉണ്ട് ടോട്ടൽ ഇതിൽ? നമ്മൾ 5.25 ഏക്കറിൽ 90 കേവ് കോട്ടേജ് അപ്കമിങ് ആണ്. അതിന്റെ ഷെയർസ് നമുക്ക് ഇങ്ങനെ വാങ്ങിച്ചോണ്ടേ ഇരിക്കാല്ലേ? ഇപ്പം 1 ലക്ഷമൊക്കെ ഉള്ളൂ ഒരു ഷെയർ, അല്ലെങ്കിൽ നമുക്ക് ഷെയർ വേറെ മേടിക്കാം. എന്തായാലും ഞാനൊരു ഇൻവെസ്റ്റ് പ്ലാനിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്റെ ഫ്രണ്ട്സിന് കുറച്ച് ഷെയർസ് വാങ്ങാനുള്ള പ്ലാനിലാണ്. എക്കോ ഫ്രണ്ട്ലി എന്നുള്ള കൺസെപ്റ്റും എനിക്ക് നമ്മുടെ പ്രകൃതിക്ക് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബിൽഡിംഗ് ആണ്, അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ അസറ്റ് തന്നെയാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആയിട്ട് മാറല്ലേ? തീർച്ചയായിട്ടും. സ്വാഗതം. താങ്ക് യു.